أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ഖുറൈശ്. ഖുറൈശികൾ എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. ഖുറൈശി എന്ന പദം, അപ്പോൾ ഈ ഖുറൈശി എന്ന പദം ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള നാട്ടിലുള്ള ആളുകൾക്ക് വരെ ഇന്ന് അറിയാം. എത്തിസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഖുറൈശി മതം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കാറുണ്ട്. പിന്നെ ഖുറൈശ് എന്നുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുറൈശ് കുടുംബത്തെ, അല്ലെങ്കിൽ ഖുറൈശ് കുടുംബമല്ല കേട്ടോ, ഗോത്രമാണ്. ഗോത്രവും കുടുംബവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമായിരിക്കും. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അടുത്തുള്ള എട്ടാവട്ടത്തിലുള്ളൊരു, പിന്നെ ഒരു ഫാമിലി, ഒന്ന് രണ്ട് ഫാമിലി, ബാപ്പന്റെ ഫാമിലി, ഇമ്മന്റെ ഫാമിലി, അതാണ് നമ്മൾ കുടുംബം എന്ന് പറയും. നമ്മൾ ഇവിടുത്തെ സിസ്റ്റത്തിൽ പറയാം തറവാട്. ഇന്ന തറവാട്ടുകാരെന്ന് പറഞ്ഞാൽ അത്രയും വ്യാപിച്ച് കിടക്കുകയാണ്, ഞങ്ങൾ 10 100 കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്നത്, അതാണ് ഗോത്രം. അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ. അത്രയും അധികം ആളുകളുള്ള, ഒരു പക്ഷേ ഒരു ഗോത്രത്തിൽ തന്നെ ഒരു 10,000 25,000 ഒക്കെ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഗോത്രങ്ങളായിരുന്നു. പക്ഷെ ഈ ഗോത്രങ്ങളായിരുന്നെങ്കിലും ഈ ഖുറൈശി ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചിതറി കിടക്കുകയായിരുന്നു. ഇവരുടെ പ്രത്യേകത, ഇവർ ഒരു സ്ഥലത്ത് നിൽക്കൂല. അതിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. മരുഭൂമിയിൽ കൊടും തണുപ്പ്, കൊടും ചൂട്, ഇത് രണ്ടും വരുന്ന സമയത്ത് അവർ ആ സ്ഥലത്ത് നിന്ന് എല്ലാം പാക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സ്ഥിരമായൊരു വീട് പോലും ഉണ്ടാവില്ല. ഇവര് നാടോടികളെ പോലെയായിരുന്നു. നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഓടുന്നവരാണല്ലോ നാടോടികൾ. ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോവുക, അവിടെ നിന്ന് അടുത്ത, ഇവർക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. അന്ന് ഈ അവിടെ പഞ്ചായത്തും പിന്നെ നാട്ടിലത്തെ പോലെയുള്ള നഗരവൽകൃത സമൂഹമൊന്നും അല്ല ആ സമയം. ആ 6th സെഞ്ചുറിയുടെ മുമ്പ് നടക്കുന്നതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളാണ്. ഒരു 5 തലമുറ മുമ്പ് വിചാരിക്കാം. ഈസ അലൈഹി സ്വലാമിൻ്റെ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഒക്കെ കാലശേഷമുള്ള മക്ക മദീന, അല്ല ഇജാസ് എന്നാണ് അതിന് പറയാം. അന്ന് മക്ക മദീന എന്നൊന്നുമല്ല, ഇജാസ്, അതായത് മദീനയെ എതിരിബ് എന്ന് പറയും, ഇവിടെ മക്ക എന്ന് പറയും. ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇജാസ് എന്നാണ് പറയാം. അപ്പൊ ഇജാസ് ഏരിയയിൽ ഇവരിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇവരെവിടെയാണോ വെള്ളം കിട്ടുന്നത് അവിടെ താമസിക്കും. അടുത്ത വെള്ളം തീർന്ന പാക്ക് ചെയ്യും. പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാരൊന്നും അല്ല, ആയിരക്കണക്കിന് സംഘങ്ങളായിട്ടാണ് ഇവർ പാക്ക് ചെയ്യുക. എല്ലാവരും കൂടെ അവിടുന്ന് ഒട്ടകപ്പുറത്ത് പിന്നെ ട്രാവൽ ചെയ്യുക. പിന്നെ എവിടെയാണോ തണലിട്ടുന്നത് അവിടെ പോയിട്ട് താമസിക്കും. അങ്ങനെ അപ്പം അവർക്കൊരു സ്കൂൾ സിസ്റ്റം ഇല്ല, പോലീസ് ഇല്ല. അവിടുത്തെ എല്ലാ പോലീസും സ്കൂളും പഠനവും എല്ലാം എന്താണ്, അവർക്ക് ഭക്ഷണം കഴിക്കുക, വേട്ടയാടുക, അല്ലെങ്കിൽ പിന്നെ ആ നിൽക്കുന്ന സമയത്ത് അവർ കൃഷി ചെയ്യും. അവർക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ അവർ കൃഷി ചെയ്യും. ആ കൃഷിയിൽ നിന്ന് ഉണ്ടാകുന്ന വിളവെടുത്ത് ഭക്ഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, എന്നാലാവട്ടെ മദ്യം, കള്ളു കുടിച്ചും, പിന്നെ അതുപോലെ എന്താ, അവർക്കൊരു നിയമം പോലുമില്ല. അങ്ങനെ ചിതറി കിടക്കുന്ന ഒരു ജനതയായിരുന്നു ഖുറൈശികൾ. ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഖുറൈശികളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നത് ഖുസൈയാണ്. ഈ ഖുസൈ എന്ന് പറയുന്ന വ്യക്തി വലിയ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാരണം ഒരു ഏതൊരു നവോത്ഥാനം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിനും ഒരു മനുഷ്യനായിരിക്കും, ഒരു വ്യക്തി, അത് അള്ളാന്റെ തർത്തീബാണ്. ഒരാൾ നേതൃത്വം കൊടുക്കും. അദ്ദേഹത്തിന് വളരെ നിർണായകമായ പങ്കുണ്ട്. അതിന്റെ ഒരു കാരണം ചരിത്രത്തിൽ പറയപ്പെടുന്നത്, മക്കയിൽ പിന്നെ ഒരു നിധി കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് വലിയ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തഫ്സീർ ഇവിടെ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ഈ നിധി കിട്ടുന്നതോടുകൂടി ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. അപ്പോൾ അവര് മുഴുവൻ ഖുറൈശികളെ ഒരുമിച്ച് ചേർത്ത് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നു. മക്കയിലേക്ക് അവരെ എത്താൻ അത് പ്രേരകമായി. മാത്രമല്ല മക്കയിൽ എത്തി ഈ നിധി കണ്ടെടുക്കുകയും അതുപോലെ കഅബയുടെ ഒരു പുനരുദ്ധാന പ്രവർത്തനവും, കഅബയുടെ ഒരു ആളുകളെ, കഅബ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ മുമ്പുള്ള കഅബ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അനുയായികളുടെ കഅബയാണ്. അതെന്ന് വെച്ചാൽ അറബ് ലോകത്തിന്റെ മാത്രമല്ല, പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നും അടക്കം, അല്ലെങ്കിൽ പിന്നെ ഇറാഖ്, ഇറാൻ, ഫലസ്തീൻ, അതുപോലെ യമൻ, ഇങ്ങനെ തുടങ്ങി ഈജിപ്ത്, പല ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ അവിടെ വന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ യാത്രക്കാരൊക്കെ മക്കയിൽ വന്നിട്ടുണ്ട്, മദീനയിലും വന്നിട്ടുണ്ട്. മദീന അന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമല്ല. അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ താമസിക്കുന്ന നാടാണ്. അറബികൾ എന്നാണ് അവരെ പൊതുവെ അറിയപ്പെടുക. അറബികളാണ്. ഇജാസിലും മൊത്തം പരന്നു കിടക്കുന്നത് അറബികളാണ്. ഇറാനിലും
അറബികളെ, ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിങ്ങളില്ല. എന്നുവെച്ചാൽ മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികൾ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവുമെന്ന് അറിയില്ല. മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളാണ് ജൂതന്മാർ. ശരിയായില്ലേ? അതായത് മൂസ അലൈഹി സ്വലാമിന്റെ അനുയായികളായ മുസ്ലിങ്ങളാണല്ലോ ജൂതന്മാർ, ശരിയല്ലേ? അതുപോലെ ഈസാ നബിയുടെ അനുയായികളാണല്ലോ ക്രിസ്ത്യാനികൾ അഥവാ മുസ്ലിങ്ങൾ. ക്രിസ്ത്യാനികളായ മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിംസ്, അതായത് അറബിക് ക്രിസ്ത്യൻ മുസ്ലിംസ്, അങ്ങനെ പറയാം. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, എല്ലാവരും ഒന്ന് തന്നെ, ഒരുമിച്ച് തന്നെയാണ്. അപ്പൊ ഈ അറബ് ലോകവും പിന്നെ യൂറോപ്പും ഒക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വിശാലമായൊരു ഒരു 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 ലോകം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെ അറബി സംസാരിക്കുന്നവരുണ്ട്, ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അതുപോലെ ഇംഗ്ലീഷുകാരായ അല്ലെങ്കിൽ ഫ്രഞ്ചും അങ്ങോട്ടുള്ള ഭാഷയൊക്കെ വ്യത്യസ്ത ഭാഷക്കാരൊക്കെ ആയിട്ടുള്ള ഒരു ലോകം, നമ്മുടെ ഒരു കാലലോകം, ഒരു ഒരു നൂറ്റാണ്ട് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അന്നത്തെ അറബികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം തൊട്ടു തീണ്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഖുറൈശികൾ, ഈ ഗോത്രം, നമ്മൾ ഈ ഗോത്രത്തിലേക്ക് വരിക. കാരണം ഈ ഖുറൈശ് എന്നുള്ള സൂറത്തുമായിട്ട് ഇതിന് ഈ ബന്ധം ഈ ഗോത്രമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പൊ ഖുറൈശി എന്ന് പറയുന്ന ഈ ഒരു ഗോത്രം, അവർക്ക് ഒന്നുമില്ല, സാമ്പത്തിക ഐശ്വര്യമില്ല, ഒന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു സാമ്പത്തികമായ ഒരു ഐശ്വര്യം ഉണ്ടാവുകയും അവർക്ക് ഒരു കോർഡിനേറ്റർ, ഒരു സംഘാടകൻ, ഒരു ലീഡർ ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭമായിരുന്നു ഈ ഖുസൈന്റെ. അത് വലിയ ചരിത്രമാണ്, കുറേ പറയാനുണ്ട്. ഞാൻ റഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. അൽ ഫുർഖാൻ എന്ന് പറയുന്ന തന്നെ മറ്റൊരു ചാനലുണ്ട്. മാഷാ അള്ളാ, അതിൽ 100ഓളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ ചരിത്രം അതിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ എന്നല്ല, എനിക്ക് നിങ്ങളോട് പറയാൻ, നിങ്ങൾ ജീവിതത്തിൽ അത് കേൾക്കാതെ മരണപ്പെട്ടാൽ, ഒരു മലയാളിയായിട്ട് നിങ്ങൾ മരണപ്പെട്ട നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. ഞാൻ ഈ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം. കാരണം ഞാനും അത്രയധികം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമൊക്കെ ഇങ്ങനെ പഠിച്ചു എന്നല്ലാതെ ഇത്രയും ഡീപ്പായിട്ട് പലതും നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതം. ഇപ്പൊ തന്നെ ഞാൻ ചില കാര്യങ്ങൾ, അത്ഭുതകരമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ പോവാണ്. ഒന്ന്, പിന്നെ ഈ ഹുസൈൻ്റെ 4 മക്കളുണ്ടായിരുന്നു. കഥയാണ്. ഹാഷിം, അബ്ദുഷംസ്, മുത്തലിബ്, നൗഫൽ. അവരാണ് പിന്നീട് ഖുസൈൻ്റെ മരണശേഷം ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഖുസൈൻ്റെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. അബ്ദു മനാഫ്, അബ്ദുദാർ 2 മക്കളായിരുന്നു. അവ ഒരു പരമ്പര കണക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ അബ്ദുദാറും അബ്ദു മനാഫുമാണ് ഖുസൈൻ്റെ മരണശേഷം ഈ ഖുറൈഷിൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ ലീഡർഷിപ്പിലേക്ക് വന്ന്. പിന്നെ അവരുടെ മക്കളായിട്ടുള്ള ഹാഷിം, അബ്ദുഷംസ്, മുത്തലിബ്, നൗഫൽ, അങ്ങനെ തുടങ്ങിയ ആ പരമ്പരയാണ് വരുന്നത്. അപ്പോൾ അതില് അബ്ദു മനാഫാണ് കുറച്ചുകൂടെ ഏഹ്, എന്താ പറയുക, ഒരു ബിസിനസ് മാൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വന്നത് അബ്ദു മനാഫാണ്. ഇനി നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ഇതിൽ ഈ ഹാഷിം എന്ന് പറഞ്ഞ ഈ അബ്ദു മനാഫിന്റെ മക്കളിൽ പെട്ട ഹാഷിം, അബ്ദു ഷംസ്, മുത്തലിബ്, നൗഫൽ, ഹാഷിം, പിന്നെയാണ് ഈ ഹാഷിം നബി കുടുംബത്തിലേക്ക് അത് കണക്ട് ചെയ്യാണ്. ഈ ഹാഷിമിന്റെ മക്കളാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് അബ്ദുള്ള. അബ്ദുള്ളാന്റെ മോനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണക്ഷൻ അങ്ങനെ ഒരു പരമ്പര മനസ്സിലേക്ക് വെക്കുക. അതായത് നബിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള, അബ്ദുള്ളാന്റെ ഉപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പാന്റെ പേര്, അങ്ങനെ നേരെ ഹാഷിമിലേക്ക് അതെത്തുകയും ഹാഷിമിൽ നിന്ന് ഖുസൈയിലേക്ക്, അബ്ദുൽ മനാഫിലേക്ക്, അബ്ദുൽ മനാഫിൽ നിന്ന് ഖുസൈയിലേക്ക്. ഇതാണ് ആ പരമ്പര. അതിന്റെ ഇടയിൽ ഇനിയും കണ്ണികളുണ്ട്, ചേർക്കപ്പെടേണ്ട കുറെ ചരിത്രങ്ങളുണ്ട്. അതൊക്കെ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരാം. അബ്ദു മനാഫാണ് വലിയ ട്വിസ്റ്റ് ഉണ്ടാക്കിയ അവരുടെ ഖുറൈഷിലേക്ക് കോർഡിനേഷൻ ഉണ്ടാക്കിയ ഖുസൈ ആണെങ്കിലും ആ കോർഡിനേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏഹ്, വേൾഡ് ട്രേഡിലേക്ക്, ലോക വ്യാപാരത്തിലേക്ക് അറബ് സമൂഹത്തെ അഥവാ ഖുറൈഷ് എന്ന ഗോത്രത്തെ, ഖുറൈഷ് ഗോത്രം ചില്ലറക്കാരല്ല, അത്രയും ജനസംഖ്യയുള്ള വലിയ ഒരു, നമ്മളൊരു 1 lakh പറയാം, നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, 1 ലക്ഷം ആളുകൾ എന്നൊക്കെ പറയാം. അത്രയും വിശാലമായ പിന്നെ കുടുംബ കണക്ഷനുള്ള ചെയിനുള്ള ഒരു വിഭാഗമാണ് ഖുറൈഷ് അറബികളിലെ. അതുപോലെ വേറെയും ഒരുപാട് ഗോത്രങ്ങൾ അറബ് ലോകത്ത് തന്നെ ഉണ്ട്, ഇജാസിൽ തന്നെ ഉണ്ട്. പക്ഷേ ആ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടാവാറുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. യുദ്ധം പരസ്പരമായി ചേർന്ന് പിന്നെ ചേരി തിരിഞ്ഞ് ഗോത്രങ്ങൾ പരസ്പരം പോരടിക്കൽ പതിവായിരുന്നു. ഗോത്രങ്ങളായിരുന്നു. നമ്മൾ രാജ്യങ്ങൾ എന്ന് പറയുന്ന പോലെ ഒരു ഗോത്രം എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് എത്ര ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പം സ്റ്റേറ്റ് പറയാ, കേരളവും തമിഴ്നാടും തമ്മിൽ, തമിഴ്നാട് ഒരു ഗോത്രമാണ്, കേരളം ഒരു ഗോത്രമാണ്. അപ്പൊ ഖുറൈഷ് എന്ന് പറഞ്ഞാൽ കേരളം എന്നൊരു ഗോത്രമാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ ഫൈറ്റ് ചെയ്യും, യുദ്ധം, ആളുകൾ ആട്ടുകൊണ്ട് സൈന്യത്തെ എന്ന പോലെ അത്രക്കും വലിയ സൈനിക ശേഷിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയുള്ള ഈ ഖുറൈഷ് എന്ന് പറയുന്ന ഈ ഒരു വിശാലമായ ഒരു ഗോത്രത്തിന്റെ ലീഡർഷിപ്പിലേക്ക് വന്ന അബ്ദു മനാഫ്, അദ്ദേഹമാണ് ലോക വ്യാപാരത്തിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ അവര് അവർക്ക് ഒരു ഐഡന്റിറ്റി മക്കയിലുണ്ട്. അതായത് മക്ക എന്ന് പറയുന്നത് അന്നത്തെ ലോകത്തെ ഏറ്റവും പുണ്യസ്ഥലാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ദ്വായുടെ ഫലമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ദ്വാ, വളരെ ശ്രദ്ധേയമായ ദ്വായുണ്ട്. ആ 14-ാം അധ്യായം 37-ാമത്തെ ആയത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ അവർക്ക് സമറാത്ത് വിഭവങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യണമേ എന്നുള്ള ദ്വായുണ്ട്. ആ ദ്വായുടെ ഫലം അള്ളാഹു അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ ഈ അബ്ദു മനാഫ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യാപാരം. ഇനിയിപ്പം അടുത്ത ആയത്തിൽ പറയാണ്, ഈലാഫിഹിം, ഈലാഫി ഖുറൈഷ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ്. ഷിതാ സൈഫ് ഇതാണ് പറയേണ്ടത്. ഷിതാ എന്ന് പറഞ്ഞാൽ വിന്റർ, സൈഫ് എന്ന് പറഞ്ഞാൽ സമ്മർ, അതായത് വേനൽക്കാലവും പിന്നെ അതുപോലെ തണുപ്പ് കാലവും. ശിതാകാരം നമ്മള് ശൈത്യം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ശൈത്യം ഒരുപക്ഷെ അറബിന്ന് വന്ന പാരമ്പര്യത്തിലുള്ള ഏതോ ഒരു വാക്കായിരിക്കാം ശൈത്യം എന്നുള്ളത്, നമുക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷെ റിഹ്ലത്ത്, ആ യാത്ര, രണ്ട് യാത്രകളാണ് അറബികളുടെ തലവര മാറ്റിക്കുറിച്ചത്. അതായത് ഖുറൈശികളുടെ തലവര, മക്കയുടെ തലവര മാറ്റിക്കുറിച്ച രണ്ട് യാത്രകൾ ആ കാലഘട്ടത്തിൽ. തലവര മാറ്റിക്കുറിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ രണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായത്. ഒന്ന്, ഖുറൈശികളിൽ അറിവുള്ളവർ, ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവുണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവരെ യാത്രക്കാർ വെറുതെ നാടോടികളായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നല്ല, അതിലപ്പുറത്തേക്ക് ലോങ് ആയിട്ട് കടലിലൂടെയുള്ള യാത്രകൾ, അതുപോലെ തന്നെ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തുള്ള യാത്രകൾ, ഇതൊക്കെ അവർ ചെയ്ത് അവർക്ക് ഒരു ലോകം തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും മാത്രമല്ല, പല നാടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കച്ചവടത്തിന് വേണ്ടി ഭാഷ പഠിക്കേണ്ടി വരും. ഭാഷാപരമായിട്ട് അവർ, പ്രത്യേകിച്ച് ഇറാനിൽ, ഖുറൈശികൾക്ക് ഇറാനിൽ ചെന്നിട്ടാണ് ഇറാനിയൻ അറബിക് ലിപി, അതായത് അറബിയുടെ ഏറ്റവും ഒറിജിനൽ ലിപി വരുന്നത് സിറിയ, ഇറാൻ, ജോർഡാൻ. അപ്പോൾ അത് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ എഴുത്തുണ്ടല്ലോ, ഈ എഴുത്തിലേക്ക് അവരെ ചിന്തിപ്പിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും അങ്ങനെ ഈ പറഞ്ഞ റീജിയനിൽ, ഇജാസ് എന്ന് പറഞ്ഞ മേലെ ഒരുപാട് നൂറുകണക്കിന് ഗോത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഖുറൈശികളാണ് അറിവുള്ളവർ. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ, നമ്മൾ കേരളം അറിയപ്പെടുന്ന ഒരു, നമ്മൾക്ക് വിവരമുള്ളവരാണ്. അപ്പം നമ്മളിപ്പോൾ യു എയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബംഗാളിനെ ഒരു മലയാളിനെ ഇന്റർവ്യൂവിന് എടുത്താൽ മലയാളിനെ അവർ പെട്ടെന്ന് എടുക്കും. കാരണം മലയാളിക്ക് അറിവുണ്ട്, അവർക്ക് അറിയാം, നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, ഭാഷ സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഇതുപോലെ ഒരു കാഴ്ചപ്പാട്, ആ നിങ്ങൾ മലയാളിയാ. എന്നോട് വ്യക്തിപരമായിട്ട് ഒരിക്കൽ ഒരു പാകിസ്ഥാനി, നിങ്ങൾ വലിയ ആളുകളാണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഗൾഫിൽ നിന്ന് എന്നോട് പേഴ്സണലായിട്ട് ഒരു പാകിസ്ഥാനി, നിങ്ങൾ അച്ചാലോകെ എന്ന് പറഞ്ഞിട്ട് കേരള പോലെ അച്ഛ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്കൊരു ഇസ്സത്ത് ഉണ്ട്. അതുപോലൊരു ഇസ്സത്ത് ഖുറൈശികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഖുറൈശികൾ പിന്നെ ഈ യാത്രയിൽ അതുകൊണ്ട് ഖുറൈശിയാണോ പിന്നെ ഖുറൈശികൾക്ക് മൊത്തത്തിൽ ലോകത്ത് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? മക്ക ആരുടെയാണ്? ക്രിസ്ത്യാനികളുടെയും ആണ്, ജൂതന്മാരുടെയുമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇന്നത്തെ ജൂതന്മാരും ഇന്നത്തെ ക്രിസ്ത്യാനികളും അല്ല. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. മനസ്സിലായില്ലേ? ഖുർആന് മുമ്പ് ഈ മക്ക പട്ടണം ഒക്കെ പിന്നെ വന്ന് തവാഫ് ചെയ്യുകയും അവിടെ പിന്നെ പ്രദക്ഷിണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നവർ ആരാണ്? അവർ യഥാർത്ഥ വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. അള്ളാഹുവിനെ അവർക്ക് പുതുതായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരു അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്കൊക്കെ അള്ളാഹുവിനെ വെള്ളം പോലെ അറിയാം. അള്ളാഹു ആരാന്നും തൗഹീദ് എന്താന്നും ഒക്കെ അവർക്ക് അറിയാം. അവർക്ക് അറിവില്ലാത്ത വിഷയമല്ല അത്. അപ്പോൾ അവർക്ക് ഒന്നാമതായിട്ട് ഈ യാത്രകൾ കൊണ്ട് കിട്ടിയ മെച്ചം ഭാഷാപരമായിട്ടുള്ള കഴിവാണ്. എല്ലാ ഭാഷയും സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാരണം ഖുറൈശികൾ അള്ളാഹു തിരഞ്ഞെടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഒരു ചരിത്രം, വൈകാരികമായ നമുക്ക് ആവേശം ഉണ്ടാക്കുന്ന ചരിത്രം. ഖുറൈശികൾ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ലോക നേതൃത്വത്തിലേക്ക്. ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മുഹമ്മദ് റസൂലുള്ളയുടെ സൃഷ്ടിപ്പിന്റെ ചരിത്രം തുടങ്ങുകയാണ് ഖുറൈശി. അബ്ദു ഷംസിലൂടെ അത് ഈ അബ്ദു മനാഫിലൂടെ, അബ്ദു മനാഫിന്റെ ഉപ്പ
ഖുസയിലൂടെ, അതിന്റെ മക്കൾ ഹാഷിമിലൂടെ, അബ്ദുൽ മുത്തലിബിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് അറബികൾ റിച്ചായി, സാമ്പത്തികമായ ശക്തിയായി. കാരണം അവര് ഏത് നാട്ടിൽ ചെന്നാലും, ഞാൻ യാത്രയുടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അവർ ഈ തണുപ്പ് കാലത്ത് ചെയ്ത യാത്ര യമനിലേക്ക്, അപ്പൊ അവിടുത്തെ, അപ്പോൾ ഈ തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് യമനിൽ എത്തുന്ന സമയത്ത് പിന്നെ അവിടെ കുറച്ച് യാത്രയുടെ വഴിയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ യാത്ര തിരഞ്ഞെടുത്തത് തന്നെയാണ്. അവർക്ക് കൊടും ചൂടുണ്ടാവുന്ന സമയത്ത് അവർ യാത്ര മാറ്റും. അവർ നേരെ പിന്നെ സിറിയയിലേക്ക്, അതുപോലെ തന്നെ ഇന്നത്തെ ആധുനിക ജോർഡാൻ, ഫലസ്തീൻ, ലബനാൻ എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്തേക്കാണ് അവരുടെ യാത്ര ഉണ്ടാവുക സമ്മറിൽ, ചൂടുകാലത്ത്. തണുപ്പ് കാലത്ത് അവർ നേരെ യമനിലേക്കും ഉള്ള യാത്ര. അപ്പോൾ അത് അബിസീനിയ, പിന്നെ ഇന്ത്യൻ റെഡ് സീ അടക്കം, ഇന്ത്യൻ സീ അടക്കം അവർ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അവർ യാത്ര ആ സമയത്ത് തന്നെ, അവരുടെ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്റെ മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, കോഴിക്കോടുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കുറേശികൾക്ക് കോഴിക്കോടുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ, ഈ ചേരമാൻ രാജാവിന്റെ കാലഘട്ടത്തിലൊക്കെ അവർക്ക് കച്ചവട, വാണിജ്യ, വ്യാപാര ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഈ സ്പൈസസ് ഐറ്റംസ്, അതുപോലെ ഇവിടുത്തെ നല്ല വാള്, ഇവിടുത്തെ വാളിനെ പറ്റിയൊക്കെ അവിടുത്തെ അന്നത്തെ കവിതകളിലുണ്ട്. അവിടുത്തെ ഇന്ത്യൻ നിർമ്മിത വാളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കരുത്താണ്, ഇന്ത്യയിൽ നല്ല പ്രോഡക്ട്സ് ഉണ്ടാവും. ഇതൊക്കെ അവർ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ സിൽക്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അവിടുന്ന് അത്തറും അതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒലീവും ഇതൊക്കെ ഫലസ്തീൻ ഭാഗത്ത് നിന്ന് അവർ പോയിട്ട് വാങ്ങാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കച്ചവടം അവിടുന്ന് എടുക്കുന്ന ഇവിടെ കൊണ്ടുകൊടുക്കുന്ന, ഇതാണല്ലോ ബിസിനസ്. ഒരു നല്ല കച്ചവടക്കാരായിട്ട് ഖുറൈശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സിറിയ, ഫലസ്തീൻ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇവിടൊക്കെ ഖുറൈഷ്, ഓ മാഷാ അല്ലാ, അവര് ഒന്നാം തരം കച്ചവടക്കാരാണ്. നല്ല കച്ചവടം, മാന്യമായ കച്ചവടക്കാർ. അങ്ങനെയാണ്. കച്ചവടത്തിൽ കള്ളവും ഇതൊന്നും ചെയ്യില്ല. അവർ മാന്യമായ കച്ചവടക്കാരാണ്. മാത്രമല്ല അവർ മാന്യന്മാരാണ്. കാരണം എന്താണെന്നറിയോ? അവര് അവര് അവരാണ് കാഴ്ബയുടെ സംരക്ഷകർ. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ ലോകത്തുനിന്നും, ഈ യൂറോപ്പിൽ നിന്നാവട്ടെ, പേർഷ്യ, റോം, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരലുണ്ടായിരുന്നു. കഅബ ഷരീഫ് മക്ക കാണാനും, മക്കയിൽ വരികയും തീർത്ഥാടനത്തിനും. അന്ന് തീർത്ഥാടനമാണ്, അന്ന് ഈ ഹജ്ജല്ല, ഹജ്ജിന്റെ മറ്റൊരു വേർഷൻ, തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യത്തിൽ ഇവർ മുന്നിൽ ലോകത്ത് അറിയപ്പെട്ടു. ഒന്നാമത്തത്, പിന്നെ ഇവര് കഅബയുടെ സംരക്ഷകരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവരറിയപ്പെട്ടു. ഓൾറെഡി അവരറിയപ്പെട്ടവരാണ്. ഖുറൈഷ്, മാഷാ അല്ലാ, ഖുറൈശികളാണ് അല്ലേ എന്ന് പറയും. നമ്മളിപ്പം മലപ്പുറത്തുള്ള ഒരാള് പിന്നെ തിരുവനന്തപുരത്ത് വന്നാൽ പറയും, മലപ്പുറത്താ, മലപ്പുറത്ത് എവിടെ എന്നൊക്കെ ചോദിക്കൂലെ. ഒരു ഇന്റിമസിയോട് കൂടെ കാര്യങ്ങൾ ചോദിക്കൂലേ. അതുപോലെ അല്ലെ, നമ്മളൊരു നാട്ടുകാര്, നമ്മൾ ഗൾഫിൽ വെച്ചിട്ട് രണ്ട് മലയാളികൾ വന്ന് കണ്ടു, നീ മലയാളിയാ? മാഷാ അല്ലാ, എവിടെ നാട്ടിൽ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയില്ല. മലയാളി എന്ന് പറയുമ്പോൾ ഒരു വൈകാരിക ബന്ധമല്ലേ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാ നമ്മൾ മലയാളിയാണ് എന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ കഅബ ഷരീഫുള്ള, ഖിബിലയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, അവരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാണ് ഓരോ നാട്ട്. പക്ഷെ പേർഷ്യയിലേക്കും റോമിലേക്കും ഒക്കെ അവരുടെ കച്ചവടം വ്യാപിച്ച സമയത്തൊക്കെ ഇവർക്ക് അവിടെയൊക്കെ വലിയ അബിസീനിയ രാജാവൊക്കെ അവരെ പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ കാരണം എന്താ? മക്കാരാ, മാഷാ അല്ലാ, വരൂ എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുന്നതിന്റെ പിന്നിൽ അവർ ഈ കഅബയുടെ നാട്ടുകാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരു ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഈ ഈ യാത്ര, ഈ മദീന വലിയൊരു എന്താ പറയാ, ഇന്നത്തെ ദുബായ് ഒക്കെ പോലെ. ഇന്ന് ദുബായ് ഏറ്റവും നല്ലൊരു പോർട്ട് കൂടിയാണല്ലോ, ബിസിനസ് ഹബ്ബാണ്. അതുപോലെ ഒരു ബിസിനസ് ഹബ്ബാണ് മദീന ശരിക്ക് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പിന്നെ സാധനങ്ങൾ പല യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്ന സെന്ററാണ് മദീന. ഒരു കച്ചവട കേന്ദ്രമായിരുന്നു മദീന. അപ്പോൾ അന്ന് ഇജാസ് എന്നാണ് അറിയപ്പെടുക, മൊത്തം എതിരിബ് എന്നറിയപ്പെടുക. അപ്പോൾ അവിടെയൊക്കെ ഖുറൈശികൾ അവിടെ നിന്നൊക്കെ സാധനം എടുത്ത് പോയാലും, അല്ലെ മദീനയിൽ നിന്ന് പല യാത്രക്കാരും ഒട്ടകപ്പുറത്ത്, ചിലപ്പോൾ ഒരു 100 ആളൊക്കെ ഉണ്ടാവും ഒട്ടകപ്പുറത്ത്, ഇങ്ങനെ കുറേ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വലിയ കൊള്ളസംഘം ആക്രമിക്കാറുണ്ട്. കൊള്ളസംഘങ്ങൾ പതിവായിരുന്നു. പക്ഷേ ഖുറൈശികളുടെ പിന്നെ കച്ചവട സാധനങ്ങളുമായിട്ട് വരുന്ന ഒരു സംഘത്തെ ആരും തൊടൂലായിരുന്നു. ഒരു വിഭാഗം. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവർ കഅബയുടെ ആൾക്കാരാണ്. കഅബയുടെ ആൾക്കാരായതുകൊണ്ട് പോലെ തൊടൂല. കഅബയുടെ ആൾക്കാരെ പേടിയാണ്. അത് ഈ സൂറത്തിന്, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ വൈകാരികമായിട്ട് ഞാൻ പറയാം. നമ്മളെ
സൂറത്തുൽ ഫീലുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. സൂറത്തുൽ ഫീല് ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് നമ്മളത് പറയുന്നുള്ളതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. പക്ഷെ ആ ആ ഫീൽ അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടായ ആ ഒരു, ഏത് അബ്രഹത്തിന്റെ സൈന്യത്തെ വരെ നശിപ്പിച്ച ആ ഒരു ചരിത്രമുറങ്ങുന്ന ആ, നാടിന്റെ ആളുകൾ എന്നുള്ള രീതിയിലും ആളുകൾക്ക് ഭയമാണ് കുറേശികളെ തൊടാൻ. അള്ളാഹിന്റെ വലിയ ആൾക്കാരാണ്. നമ്മളിപ്പോ അങ്ങനെ പറയലില്ലേ? നമ്മൾ ഈ പിന്നെ ഉസ്താദുമാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്പെക്ട് ചെയ്യില്ലേ? ഉസ്താദുമാർ അള്ളാഹിന്റെ ആൾക്കാരാണ്, അപ്പൊ അവരെ നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതൊക്കെ പോലെ അല്ലെ തങ്ങൾമാരാണ് അവരെ അങ്ങനെ നമ്മൾ പറയരുത് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അത് അള്ളാഹുമായിട്ട് അടുത്ത ആളുകളെ നമ്മൾ ആ രീതിയിൽ നമ്മൾ നോക്കി കാണുന്ന പോലെ കുറേശികൾക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ നിലക്കും അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കച്ചവടം അവർ നല്ല രീതിയിൽ അവർ പൊടി പൊടിച്ച് കച്ചവടം നടത്താനും മാന്യം ഒരു സ്റ്റാൻഡേർഡ് നെയിം, ഒരു വേൾഡ് ബ്രാൻഡായിട്ട് ഖുറൈശ് മാറി എന്നുള്ളതാണ് ഈ രണ്ട് കച്ചവടം കൊണ്ട് അവർക്കുണ്ടായ നേട്ടം. ഓക്കെ, ഈ കച്ചവടത്തിലൂടെയാണ് അറബികളെ, പ്രത്യേകിച്ച് ഖുറൈശികളെ ലോകം അറിയപ്പെടുന്നതും ഖുറൈശികൾക്ക് വിജ്ഞാനം, അറിവുണ്ടായി തുടങ്ങി. കാരണം മറ്റൊരു ഗോത്രത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഖുറൈശ് ആർക്കും ഇല്ല, അവിടെ ഒരു LP സ്കൂൾ പോലും ഇല്ല, പക്ഷെ അക്ഷരജ്ഞാനവും അറിവുണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ വേറെ ഏതെങ്കിലും ഗോത്രത്തിൽ പോയിട്ട് സിറിയ എന്താ, സിറിയേ എന്താന്ന് ചോദിക്കും, അല്ലെ ഫലസ്തീൻ എന്താ, അതെന്താ എന്നൊക്കെ ചോദിക്കുന്ന ആ നാടിനെ പറ്റിയൊന്നും ഒരറിവും ഇല്ലാത്ത, ലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഗോത്രമാണ്, ഞങ്ങൾ യാത്ര ചെയ്ത നാടേ ഉള്ളൂ, ഭൂമിയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അറിവില്ലാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. പക്ഷെ കുറേശികൾ ഇത്രയും യാത്ര ചെയ്യുകയും ഇവർക്ക് ലോകാടിസ്ഥാനത്തിലുള്ള ഒരു കച്ചവട വ്യാപാര ബന്ധങ്ങളും പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധങ്ങൾ, അന്നൊക്കെ വലിയ രാജ്യത്തെ രാജാക്കന്മാരുമായിട്ടൊക്കെ ഇവർക്ക് നേരെ കൊട്ടാരങ്ങളിൽ കയറി ചെല്ലാൻ ഞങ്ങൾ കുറേശികളാണ് കച്ചവടത്തിന് അവര്, കാരണം ആ രാജ്യവും സ്വീകരിക്കുക, അവർ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിൽക്കുകയും മാന്യമായ കച്ചവടക്കാരായിരുന്നു കുറേശികൾ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് സൂറത്ത് ഖുറൈശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോ ഇനി അടുത്ത അതിന്റെ അടിവര. അപ്പോൾ നിങ്ങൾക്ക് ഈ യാത്ര കൊണ്ട് ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്, നിങ്ങൾ ലോകത്ത് അറിയപ്പെട്ടത്, ഖുറൈശികൾ അറിയപ്പെട്ടത്, അതുപോലെ അറബ് ലോകത്തിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇസ്സത്ത് വന്നത് ഹാദൽ ബൈത്ത്. മൂന്നാമത്തെ ആയത്ത് നോക്കൂ, ഹാദൽ ബൈത്ത്. ഇവിടെ കേന്ദ്രീകരിച്ച് കുറച്ചധികം നമുക്ക് പറയാനുണ്ട്. ഈ ബൈത്ത്, ഈ വീട്, ഏത് വീട്? കഅബ ഷരീഫ്. ഈ വീട് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇന്ന് ഈ മോഡേൺ വേൾഡിൽ ഈ 21st സെഞ്ചുറിയിൽ വായിക്കുന്ന ഒരു അറബിക്ക് വരെ അറിയാതെ ഒരു അറബി സുജൂദിൽ വീഴണം. മലയാളി 2 വട്ടം സുജൂദിൽ വീഴണം. അത് ഞാൻ എന്താന്ന് അടുത്ത വാക്കിൽ പറയാം. അത് അറബിയുടെ കാര്യം പറയാം. ഇന്നിപ്പോൾ GCCയിൽ ഈ രാജ്യങ്ങളെ മുഴുവൻ, ഖത്തർ ടു അല്ലെങ്കിൽ സൗദി, ഒമാൻ അടക്കം A to Z ഈ മുഴുവൻ രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ കംപ്ലീറ്റ് ഇറാൻ അടക്കം, ഇറാഖ്, സിറിയ, ഫലസ്തീൻ, ഇങ്ങോട്ട് വന്ന് സൗദി അറേബ്യ മുതൽ ഖത്തർ, ബഹ്റൈൻ, ഷാർജ ഇങ്ങോട്ട് തുടങ്ങി UAE, കംപ്ലീറ്റ് ഈ അറബ് ലോകത്തെ മുഴുവൻ അറബികൾക്കും നന്ദി പറയണം കഅബയോട്. സൗദിയോടും കഅബയോടും നന്ദി പറ, അതായത് കഅബയോടല്ല നന്ദി പറഞ്ഞത്, കഅബയുടെ റബ്ബിനോടാണ്. ഫലിയഅ്ബുദു, അതാണല്ലോ ഇബാദത്ത് ചെയ്യാൻ പറയുന്നത്. റബ്ബിന് ഇബാദത്ത് ചെയ്യും. നിങ്ങൾക്ക് ഇസ്സത്ത്, അതായത് മൈക്കൽ എച്ച് ഹാർട്ടിന്റെ ആ പുസ്തകത്തെ പറ്റി കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചല്ലോ, ദ 100 എന്ന് പറയുന്നത്. അതിൽ പറയും, മെഡിറ്ററേനിയൻ കടൽ തീരത്തിലെ അപരിഷ്കൃതരായ അറബ് ലോകത്തെ ഇന്ന് കാണുന്ന വിധം ലോകത്തെ ഏറ്റവും, ഇന്നിപ്പോ UAE ഒക്കെ പറയുന്ന AI ടെക്നോളജിയുടെ പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെ സ്പേസ് ടെക്നോളജിയുടെ, അല്ലെങ്കിൽ പിന്നെ മാർസിലേക്ക് ആളുകളെ വിടുകയും ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ആയിട്ട് വളരുകയും ലോകത്തെ എല്ലാ വിധത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു രാജ്യമാക്കിയിട്ട് ഈ മിഡിൽ ഈസ്റ്റിനെയും ഈ അറബ് ലോകത്തെയും പരിവർത്തിപ്പിച്ചെടുത്ത യഥാർത്ഥ വിപ്ലവകാരി, അങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ഈ അറബ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലായിരുന്നെങ്കിൽ ആ വലിയൊരു മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ ചരിത്രം ഓർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാനാണ് ഖുറൈശികളോട്, അറബികളോട് അള്ളാഹു പറയുന്നതെങ്കിൽ ഇതിൽ നമ്മളും അതിന്റെ ഭാഗമാണ്. കേരളം, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, നമ്മൾ മലയാളികൾ, നമ്മൾ എത്ര പേര് യാത്ര ചെയ്തെന്നറിയില്ല. എനിക്ക് അള്ളാഹിന്റെ തൗഫീഖില് രാജസ്ഥാനിലും ഗുജറാത്തിലും ഡൽഹിയിലും പല സ്റ്റേറ്റുകളിലും യാത്ര ചെയ്യാൻ, തമിഴ്നാട്ടിലടക്കം തൗഫീഖ് ഉണ്ടായി. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊക്കെ യാത്ര ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൂറിസ്റ്റ് അല്ല കേട്ടോ, ടൂർ അല്ല. ടൂറ് നമ്മൾ പോവുക അവിടുത്തെ ഏറ്റവും നല്ല പട്ടണത്തിലേക്ക്, നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മളിങ്ങ് പോരുക ചെയ്യുക. നമ്മൾ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിൻ്റെ ഇടയിലൊന്ന്
അങ്ങനെ വിധി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിവരയിട്ട് പറയും, കൊടും ദാരിദ്ര്യമുള്ള പട്ടിണിക്കാരൻ്റെ ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. നമ്മൾ മേജർ സിറ്റീസ് മാത്രമേ നമ്മൾ കണ്ണിൽ പിടിക്കുള്ളൂ. മേജർ സിറ്റികൾ മാത്രമേ ഓരോ സ്റ്റേറ്റിലെയും വലിയ വലിയ നമ്മൾ റോഡ് വഴിയാണല്ലോ യാത്ര ചെയ്യുക. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ, ചേരി പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ, ഞാൻ ഡൽഹിയിലൊക്കെ ചേരിയിൽ പോയിട്ട് താമസിക്കേണ്ടി വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ. എന്തോരം വൃത്തികെട്ട ജീവിതാണ്. പുഴുക്കൾ, എലിയും പൂച്ചയും, എന്താ പറയാ, വൃത്തികെട്ട വേസ്റ്റ്. എൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചേരി പ്രദേശത്ത് പോയിട്ടൊരു ഒരു മാസത്തോളം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അവിടെ എന്തുമാത്രം ഒരു ടോയ്ലറ്റ്, നമ്മൾ പണ്ടൊക്കെ ഈ പ്രധാനമന്ത്രി ടോയ്ലറ്റ് കൊടുക്കുന്ന നമ്മൾ ഇങ്ങനെ ചിരിക്കുക, പക്ഷെ ടോയ്ലറ്റ് ആവശ്യമാണ്. നമ്മളത് യഥാർത്ഥത്തിൽ പിന്നെ ടോയ്ലറ്റ് ഒരു രാവിലെ എണീറ്റിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ രാവിലെ എണീറ്റ് നോക്കിയാൽ കാണാം, സൂര്യോദയത്തിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഗ്രൗണ്ടിലും പരിസരത്ത് അടക്കിയിരിക്കുകയാണ്. ഒരു പ്രഭാത കൃത്യം അവരങ്ങനെയാണ്. അതിൽ വെള്ളം പോലും ഇല്ല, വെള്ളം ഉപയോഗിക്കാൻ അവർക്ക് വെള്ളമില്ല. ഇങ്ങനത്തെ മനുഷ്യന്മാര് എന്തുമാത്രം വൃത്തികെട്ട ഇതാണ് ഇന്ത്യ. ഇപ്പോഴും സ്റ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കോടാനുകൂടി മനുഷ്യന്മാർക്ക് അടിസ്ഥാന ആവശ്യങ്ങളില്ലാത്ത ഇന്ത്യയാണ്. ഭരണാധികാരികളും കാറിൽ ചീറിപ്പായുന്ന കൊടിവെച്ച കാറിന്റെ ആൾക്കാരും ഒക്കെ പടച്ചോന്റെ മുമ്പിൽ നല്ലോണം മറുപടി പറയേണ്ടി വരും. അത് പ്രധാനം. അത് മാത്രമല്ല, സമ്പന്നരായ ആളുകളും നമ്മളടക്കം നമ്മളിതൊന്നും കാണാതെ നമ്മൾ അതൊന്നും എത്ര വലിയ മാറ്റാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, വീട്, അടിസ്ഥാന കാര്യം. അത് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന കാര്യമാണ് ഈ പറഞ്ഞത്. ഭക്ഷണം, അതുപോലെ തന്നെ ശൗചാലയം, അതായത് ടോയ്ലറ്റ്. ഇത് വാഷ്റൂമുകൾ ഇല്ലാത്ത ഒരു ഇന്ത്യയാണുള്ളത്. അത് സത്യമാണ്. വാഷ്റൂം പോയിട്ട് അവർക്ക് താമസിക്കാൻ, കയറി കിടക്കാൻ ഒരു കൂരല്ല. എന്തെങ്കിലും ഒരു ഷീറ്റ് എവിടെന്നെങ്കിലും കിട്ടുന്നത് കൊണ്ടുവന്ന് വലിച്ചു കെട്ടിയിട്ട് അത് വീട് പോലെ ആക്കിയിട്ട് മറച്ച് കെട്ടിയിട്ട് ജീവിക്കാണ്. രാവിലെ തെണ്ടാനിറങ്ങുക, അല്ലെ കക്കാനിറങ്ങുക, അല്ലെങ്കിൽ എന്താണോ ഭക്ഷണം കിട്ടുന്നിടത്ത് ഇറക്കാനിറങ്ങുക. അങ്ങനത്തെ കോടാനുകോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയാം. മറ്റുള്ള ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് ഇതുപോലെ ഉണ്ട്. കോടാനുകോടി മനുഷ്യന്മാർ ഭക്ഷണവും വസ്ത്രവും അടിസ്ഥാന വിദ്യാഭ്യാസം, വെള്ളം, വെളിച്ചം ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന നരക ജീവിതം ജീവിക്കുന്നവർക്ക്, എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളെന്ത് ഭാഗ്യം ചെയ്തവരാ. നമുക്ക് നമ്മുടെ റസൂലുള്ളയല്ലേ ഇത് തന്നത്. ഈ ഗൾഫിന്റെ ഈ നമ്മുടെ 99.99.99% നമ്മൾക്കുണ്ടായ സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, നവോത്ഥാന പ്രവർത്തനങ്ങളുടെ എല്ലാം സാമ്പത്തിക സ്രോതസ്സിന്റെ മുഖ്യ പങ്ക് ഗൾഫ് പണമാണ്. നമ്മുടെ വാപ്പന്റെ ഒരു 4 ജനറേഷൻ മേലോട്ടെടുത്താൽ, ഒരു 5 ജനറേഷൻ മേലോട്ടെടുത്താൽ, നിങ്ങൾ നമ്മളറിയാലോ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടൊക്കെ വലിയപ്പാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും കൊടും ദാരിദ്ര്യത്തിന്റെ കഥ. അന്ന് അവര് എന്താണ് മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും, അല്ലേ? ഒരു ജനത പണ്ടൊക്കെ ഈ ലോഞ്ചിലൊക്കെ ഗൾഫിലേക്ക് പോയിരുന്ന ആളുകൾ, ബോംബെ പോയിട്ടും അല്ലാതെയൊക്കെ കഷ്ടപ്പെട്ട് മാസങ്ങളോളം ഒരു കത്ത് പോലും അയക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന, മാസങ്ങൾക്ക് ശേഷം മരിച്ചിട്ടായിരിക്കും കത്ത് വരിക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ തരണം ചെയ്തിട്ട് കഷ്ടപ്പാടുകളുടെ ഒരു ലോകം, കിട്ടുന്ന ജോലി ചെയ്ത് അടിമപ്പണി ചെയ്ത്, അല്ലെ എന്താ അറബിയുടെ വീട്ടില് പിന്നെ അടിമ ജോലി ചെയ്തിട്ട് സമ്പാദിച്ച സമ്പാദ്യം, പിന്നുള്ള ജനറേഷൻ ആ സമ്പാദ്യം ഉപയോഗിച്ചിട്ട് നാട്ടിൽ പഠിക്കുകയും വിദ്യാഭ്യാസം ഉണ്ടാവുക, അക്ഷരാഭ്യാസം നേടുകയും അവർ നല്ല ജോലി നാട്ടിലും വിദേശത്തും ലോകത്ത് പല ഭാഗത്തും ബിസിനസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തു. അവരുടെ മക്കൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയി, അവർ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങി, അവർ ലോകാടിസ്ഥാന ഭാഷയും പഠിച്ചു, അവർ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആ കേരളത്തിന്റെ ഇത് ആ തണലിലാണ്. മുഹമ്മദ് റസൂലുള്ളയുടെ ആ ഒരു തണലിലാണ് GCC ആകുന്ന ഈ മുഴുവൻ രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറെ ഫാക്റ്റ് ഉണ്ട്. അതിൽ എണ്ണ അവിടെ ഉണ്ടായത് ഇത് അള്ളാഹിന്റെ തർത്തീബാണല്ലോ. എണ്ണ മാത്രമല്ലല്ലോ ഇപ്പോഴത്തെ ബിസിനസ്, എണ്ണ മാത്രമല്ലല്ലോ അവർ ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും അവർ ഉന്നതന്മാരാക്കി മാറ്റിയത് മുഹമ്മദ് റസൂലുള്ളയുടെ വരവാണ്. കഅബ വഴിയാണ് അവർക്ക് ഇതൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ. അതുകൊണ്ട് ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ഇത് അറബികളോട് മാത്രമല്ല മലയാളികളോടും കൂടിയാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. ഖുർആൻ വായിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ 6th സെഞ്ചുറിയിലെ ഖുറൈശി ഗോത്രത്തോട് പറഞ്ഞതായിട്ട് നമ്മൾ ഇതിനെ അങ്ങനെ കാണുന്നവരുണ്ട്. അങ്ങനെ തഫ്സീർ എഴുതുന്നവരും പിന്നെ ചർച്ച ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഖുറൈശികളോട് ഇങ്ങനെ പറയാണ്, അറബികൾ ഇതിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും ഞാൻ വളരെ താഴ്മയായിട്ട് പറയാം, നിങ്ങളെല്ലാവരും, ഞാനടക്കം, നമ്മൾ ഈ ഖുർആൻ
ഖുർആന്റെ ഏതായത്തെടുക്കുമ്പോൾ ഇത് എന്നോട് കൂടെ എൻ്റെ കാലഘട്ടത്തിൽ ഖുർആന്റെ കാലിക വായന എൻ്റെ കാലഘട്ടത്തിലുള്ള എന്നോട് പറയുന്ന കാര്യമായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് അല്ലതി അതാമോ നോക്കൂ, ഇതിന് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട്. കുറേശികളും ആ ചരിത്രമൊക്കെ അവിടെ കിടക്കട്ടെ, അവരുടെ യാത്രകളും വ്യാപാര യാത്രകളുമായിട്ടൊക്കെ ഇതിനെ ബന്ധപ്പെടുത്തി നമുക്ക് തഫ്സീർ പറയാം. അതാണല്ലോ സൂറത്ത് തെക്കാസുറിൽ നമ്മൾ ഹൗദുൽ കൗസറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും അതിനെ മറ്റൊരു വേർഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലതി അതാമഹും, നിങ്ങൾക്ക് താഴ്മ തന്നില്ലേ, നിങ്ങളിപ്പോ ഭക്ഷണം നമ്മളിപ്പോ ഈ ഖുറാൻ ക്ലാസ് കേൾക്കാനും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇത് കേൾക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഈ ദുനിയാവിൽ അള്ളാഹു ഉണ്ടാക്കി തന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഭക്ഷണം ഉണ്ടായത് എന്തുകൊണ്ടാ? നമ്മുടെ ചോറ് മുഹമ്മദ് റസൂലുള്ള വഴി കിട്ടിയ നിഅമത്താണ്. ആ റഹ്മത്തിലും ബർക്കത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ മതി. എത്ര ആളാ പ്രവാസിയായിട്ടുള്ളത്, അവരുടെ മക്കൾ എങ്ങനെയൊക്കെ വന്നു, എങ്ങനെ ഈ നാടിന് ഈ നാട് കേരളം പ്രത്യേകിച്ച്, നമ്മൾ ഒരു യു പിയേക്കാൾ ഉത്തരേന്ത്യയിലുള്ള അവസ്ഥയേക്കാൾ അതിദാരുണമായിട്ട് കൊടും പട്ടിണിയുള്ള നാടായിട്ട് ഇത് മാറുമായിരുന്നു. പക്ഷേ ആ ഒരു മാറ്റം ഉണ്ടായത് അറബികൾ ഇവിടെ നമ്മളിപ്പം വലിയ വായിൽ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ പോർച്ചുഗീസ് വാസ്കോഡഗാമ കാല് കുത്തി കാപ്പാട് കോഴിക്കോട് എന്നൊക്കെ വാസ്കോഡഗാമ കാല് കുത്തിയോണ്ട് അതോടുകൂടി ഈ നാട് നശിക്കല് ചെയ്തത്. പിന്നെ ഉണ്ടായത് എന്താ? ഇംഗ്ലീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ചരിത്രം ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. ഇവരൊക്കെ വന്നിട്ട് ഈ നാട് കൊള്ളയടിക്കായിരുന്നു. ഈ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ മുഴുവൻ കടത്തുമായിരുന്നു എല്ലാം. ഇപ്പം ഇവിടൊക്കെ പണ്ടൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടൊക്കെ ഉണ്ടാക്കിയ പാലങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഈ പാലങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രാജ്യത്തിന് വേണ്ടി സർവീസ് സേവനം നടത്താനല്ല, ഇവിടുന്ന് കൊള്ള നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതാ. റെയിൽവേ കൊണ്ടുവന്നു, അത് കൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകൾക്കൊക്കെ വലിയ സൗകര്യം ചെയ്തു തന്നല്ല, ഇവിടുത്തെ സാധനങ്ങൾ കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ. കാരണം കൊണ്ടാണ്ടായിരുന്നു ഇവിടെ. അത്രയും സമ്പൽ സമൃദ്ധമായിരുന്നു കേരളം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, ഇപ്പോഴും ഇന്ത്യ അങ്ങനെ തന്നെയാണ്, സമ്പൽ സമൃദ്ധം. അത്രയും ഭൗതിക വിഭവശേഷിയാണ് ഇവിടുത്തെ സുഗന്ധ ദ്രവ്യങ്ങൾ മാത്രമല്ല, പിന്നെ പലചരക്ക് വിഭവങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാം ഊറ്റിയെടുത്ത് കൊണ്ടുപോയവര്. അതാണ് അവര് പക്ഷെ ഇവരൊക്കെ കാല് കുത്തുന്നതിന്റെ മുമ്പ് കാല് കുത്തിയവരാണ് അറബികള്. ആർക്കെങ്കിലും അറബികളായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നണോ? എന്ത് മാന്യമായ കച്ചവടക്കാരായിരുന്നു അവര്. കുറേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറേശികള് സാമൂതിരി രാജാവിന്റെ കാലത്തും അതുപോലെ ചേരമാൻ രാജാവിന്റെ, പണ്ട് നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞിരുന്ന തിരുവിതാംകൂർ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവര് കടൽ വഴി വന്നിട്ടുള്ള കച്ചവടങ്ങൾ നല്ല മാന്യമായ കച്ചവടക്കാരനായിരുന്നു. മാത്രമല്ല വലിയ സമ്മാനങ്ങളുമായിട്ടാണ് അവർ, അവിടുത്തെ രാജാക്കന്മാർക്ക് വലിയ സമ്മാനങ്ങളുമായിട്ട് വന്ന് സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ഹഗ് ചെയ്തിട്ട് സന്തോഷത്തോടെ കച്ചവടം നടത്തിപ്പോയ അവർക്കൊക്കെ ഇവിടുത്തെ നാട്ടുകാർ കല്യാണം അങ്ങനെ അവിടെ ഈ കുറ്റിച്ചിറയും കോഴിക്കോട് ഇപ്പോഴും ഉണ്ടല്ലോ, അറബികളുടെ പരമ്പരയുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അവർ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, അത്രയും സ്നേഹമായിരുന്നു അവർക്ക്. ആ അറബികളുടെ പ്രകൃതി അങ്ങനെ ആയിരുന്നു. അവർക്ക് ഈ തൊട്ടുകൂടായ്മയും തീണ്ടി. പിന്നെ അതിനുശേഷമല്ലേ അവിടെ മുത്തു റസൂലുള്ളയുടെ വരവ്. അതോടുകൂടി പിന്നെ ചിത്രങ്ങട് മാറുകയാണ്. ഒന്ന്, അവര് നല്ല കച്ചവടക്കാർ മാത്രമല്ല, വാക്ക് പാലിക്കുന്നവർ. മാത്രമല്ല അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതോടുകൂടെ അവരെന്താവുക, അവർ ടോട്ടലി ചേഞ്ച്. അവർക്ക് പിന്നെ ഈ ഉച്ചനീചത്വം, അതായത് വർണ്ണം വർഗം ഇതൊന്നുമില്ലല്ലോ. പിന്നെ കാസ്റ്റ് ഇതൊക്കെ ഒഴിവായിട്ടൊരു മനോഹരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ അറബ് ഇന്ത്യ കേരള ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാരണമാണ് ഈ കേരളം ഇങ്ങനെ വളർന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായത് ഈ ഒരു വസന്തമാണ്. അറബ് വസന്തം ഉണ്ടായത് മുഹമ്മദ് റസൂലുള്ളയിലൂടെ, ഇബ്രാഹിം അലൈഹി സ്വലാമിലൂടെ, അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തുമാണ്. അതിന്റെ ചോറ് തിന്നതിന്റെ നന്ദി കാണിക്കണം എന്നാണ് ഓരോ മലയാളിയോടും സൂറത്ത് ഖുറൈശ് പറയുന്നത്. അതാണ് ഖുറൈശിന്റെ ചോറ് തിന്നവരാണ് നമ്മളൊക്കെ. ഖുറൈശിന്റെ ആ കച്ചവടത്തിലെ, അല്ലെങ്കിൽ ഇന്നും നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഇന്നും ദുബായിലും ഖത്തറിലും UAE-യിലും സൗദിയിലും അടക്കം നമ്മൾ പോയി യാത്ര ചെയ്യുകയും അവിടുന്ന് അധ്വാനിക്കുകയും അവിടുന്ന് ഏൺ ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ യൂറോപ്പിൽ നിന്നൊന്നും ഇങ്ങനെ അധികം പൈസ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ഇതിനെപ്പറ്റി സാമ്പത്തിക വിദഗ്ധർക്ക് തന്നെ അറിയാം. നമുക്ക് യൂറോപ്പിൽ നിന്നൊക്കെ എത്രത്തോളം ഇങ്ങോട്ട് ടാക്സ് ഒക്കെ അടിച്ചെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് സമ്പത്ത് കൊണ്ട്, ഇത്രയും സമ്പത്ത് അവിടുന്ന് ഒഴുക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ കഅബയുടെ റഹ്മത്തിലാണ്, ഈ കഅബയുടെ നാഥന്റെ റഹ്മത്തിലാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അത്വാമഹും മിൻ ജൂ. അടുത്ത വാക്ക് വിശപ്പ് എന്ന. ഇന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും പ്രശ്നം വിശപ്പ് തന്നെയാണ്. നമ്മുടെ ചെറിയൊരു അവയവമാണ്
വയറ്റിലെ ചെറിയൊരു ആമാശയം, അത് നിറക്കാനുള്ള പെടാപാട് തന്നെയാണ്. അത് ഹലാലായ രീതിയിൽ നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും നന്ദി കാണിക്കണം എന്ന് തന്നെയാണ് ഖുറൈശ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വആമനഹും മിൻ ഖൗഫ്, നിർഭയത്തുള്ള ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചെന്ന്. നമ്മളിപ്പോൾ ഭീകരവാദവും ഇപ്പോൾ അക്രമങ്ങളും ഒക്കെ നമ്മൾ നടക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ അത് നന്നേ കുറവാണ്, സാധ്യതയും കുറവാണ്. അത്രക്കും നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യ, നമ്മളിപ്പോൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ലോകത്ത് ഇന്ത്യക്കൊരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട്, ഇന്ത്യക്കാർക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതേതര സെക്കുലർ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വാല്യൂ നമുക്കുണ്ട്. നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മുടെ രാജ്യത്തിന് നൽകി. ഇതൊക്കെ ഇതിൻ്റെ ഒരു റഹ്മത്തിലും ബർക്കത്തിലുമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഖൗഫ്, നിർഭയമായിട്ട് നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നിർഭയത്വല്ലേ, അമ്നില്ലേ, സന്തോഷല്ലേ, സമാധാനല്ലേ ജീവിതത്തിൽ? അത് വലിയൊരു നേട്ടമല്ലേ, അള്ളാഹു തന്ന നിയമത്തല്ലേ. നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വീടുണ്ട്, ഭക്ഷണമുണ്ട്, വരുമാനമുണ്ട്, നമുക്ക് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ തന്നെ ജീവിക്കാൻ അള്ളാഹു ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ഈ നിയമത്ത് മനസ്സിലാക്കിക്കൊണ്ട് കഅബയുടെ നാഥനിൽ നമ്മൾ ഞാനും നിങ്ങളും ഈ സൂറത്തുനിന്ന് നമുക്ക് ആ ചരിത്രം പഠിക്കണം. ആ ചരിത്രവും ഈ സൂറത്തുൽ ഫീലുമായിട്ട് ബന്ധപ്പെട്ട് ആനക്കലഹ വർഷത്തിലെ ആനക്കലഹവുമായിട്ട് ബന്ധപ്പെട്ട കഅബ ആക്രമിക്കാമെന്ന ചരിത്രം, അവിടുന്ന് മുതൽ ഈ ഖുറൈശികളുടെ ചരിത്രം, അവിടുന്ന് ഇറാനിലേക്ക് പോകുന്നതും ഇറാനുമായിട്ട് കച്ചവട ബന്ധം, സിറിയ ഫലസ്തീൻ ഈ രാജ്യ കച്ചവട ബന്ധം, അതുവഴി ഉണ്ടായ സാമ്പത്തിക സാംസ്കാരിക അഭിവൃദ്ധി, അതുവഴിയുണ്ടായ നേട്ടങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഖുറൈശ് ഓതുന്ന സമയത്ത് വരുന്നതിൻ്റെ കൂടെ ഞാനും നിങ്ങളും ഈ ചോറ് കഴിക്കുന്നവരാണ്, ഇവരുടെ തണലിൽ ജീവിക്കുന്നവരാണ് എന്നൊരു ബോധം. അതിലൊക്കപ്പുറം അള്ളാന്റെ തണലില്ല നമ്മളൊക്കെ ഈ ജീവിക്കുന്നതിനുള്ള വേറൊരു വിഷയം. പക്ഷേ ഈ ഒരു നേട്ടത്തിന്റെ കഥ അവരോട്, അറബ് ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച് പറയുമ്പോൾ ഈ സൂറത്തൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അറിവ് കിട്ടി എന്നുള്ളതാണ്. കാരണം അതൊക്കെ എത്രയോ തലമുറ മുമ്പ് നടന്ന, നൂറ്റാണ്ടുകൾ അവിടെയുള്ള പ്രായം ചെന്ന വളരെ കാരണവന്മാരായ ആളുകൾക്ക് അറിയുന്ന ചരിത്രമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന സന്ദർഭം ഉണ്ടാവുന്ന അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടച്ചോറിന് നന്ദി കാണിക്കുന്ന ഖുറൈശികളെ പോലെ ആ ഖുറൈശികളുടെ പാരമ്പര്യത്തിൽ ആ തണലിൽ ജീവിക്കുന്ന നമുക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അറിവിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളുടെ അറിവിൽ ബർക്കത്ത് ചെയ്യണേ അല്ല. കൂടുതൽ ഖുർആൻ പഠിക്കാനും, പഠിക്കുന്നതൊക്കെ വെറുതെ ഇങ്ങനെ പഠിച്ചു പോകാതെ അത് ജീവിതത്തിലേക്ക് പ്രതിഫലിപ്പിച്ച് തരണേ അല്ല. അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ല. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.